ഫ്രണ്ട്സ്, നമ്മൾ ഇനി പറയാൻ പോകുന്നത് റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സ് ഉണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയത് ഓരോ ആസ്പെക്ട്സും ഏതൊക്കെ ഹെഡിലാണ് വരുന്നത്. മെയിനായിട്ട് 5 ഹെഡാണുള്ളത്. അസറ്റ്, എക്സ്പെൻസ്, ലാബിലിറ്റി, ഇൻകം, AE, LIC എന്ന് പറയുന്ന 5 ഹെഡുകളാണുള്ളത്. പിന്നെ നമ്മൾ അടുത്ത് പോയത് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കുക. അതായത് ഓരോ ആസ്പെക്ട്സും ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മനസ്സിലായാലേ നമുക്കത് അക്കൗണ്ടിങ് റൂള് പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓരോ ആസ്പെക്ട്സും വരുന്നത് 5 ഹെഡിൻ്റെ കീഴിലായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ പറയുന്നത്. റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത് ഫസ്റ്റ് കേസ് അസറ്റിൻ്റെ കേസാണ് പറയുന്നത്. അസറ്റിൻ്റെ കേസ് പറയുന്നത് അസറ്റ് ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ, ഈ ആരോ മാർക്ക് പോകുന്നു മുകളിലേക്ക്, ആരോ മാർക്ക് പോകുന്നത് ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഡെബിറ്റ് ചെയ്യുക, എന്താണ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അത് നമുക്ക് ലെഡ്ജർ പോസ്റ്റിങ്ങിലേക്കും ഡെബിറ്റും ക്രെഡിറ്റും ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ജനറലൈസ് ചെയ്യുമ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ആവശ്യമുണ്ട്. അത് എന്താണെന്ന് പറയാം. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയത് റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അസറ്റിൻ്റെ വാല്യൂ മെയിനായിട്ട് 5 ഹെഡാണുള്ളത്. AE, അതുപോലെ തന്നെ LIC എന്ന് പറയുന്ന 5 ഹെഡുകൾ. അതിൽ ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് അസറ്റാണ്. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ടോട്ടൽ നമുക്ക് 10 റൂളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഫസ്റ്റ് റൂളാണെന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷൻ എടുക്കുമ്പോഴും അസറ്റിൻ്റെ കേസിലാണ്, അസറ്റുള്ള കേസിലുള്ള ട്രാൻസാക്ഷനാണ് പറയുന്നത്. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ, കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഫസ്റ്റ് റൂള് പഠിച്ചു. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷൻ്റെ സമയത്തും അസറ്റാണെന്നുണ്ടെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഇത് സെക്കൻഡ് റൂളാണ്. ഫസ്റ്റ് റൂള് നമ്മൾ പഠിച്ച അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. സെക്കൻഡ് റൂള് അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഈ മൂന്നാമത്തെ കേസാണ് പറയുന്നത്. എന്ത്? അസറ്റിൻ്റെ കഴിഞ്ഞ് ഇനി അടുത്ത ഹെഡായിട്ട് വരുന്ന എക്സ്പെൻസ് വരുമ്പോൾ എക്സ്പെൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, തേർഡ് റൂളാണ് എക്സ്പെൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ഫോർത്ത് റൂൾ പറയുന്നത് എക്സ്പെൻസിൻ്റെ റൂൾ തന്നെയാണ്. എക്സ്പെൻസ് ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം പറഞ്ഞു അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ 4 റൂള് നമ്മൾ പഠിച്ചു. അസറ്റിൻ്റെ റൂളും പഠിച്ചു, എക്സ്പെൻസിൻ്റെ റൂളും പഠിച്ചു. അപ്പോൾ മെയിനായിട്ട് 2 ഹെഡായിട്ടുള്ള അസറ്റും എക്സ്പെൻസും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാനുള്ള ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. 6 റൂള് പഠിച്ചു. ഫസ്റ്റ് വൺ, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. അസറ്റ്
ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. ഈ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. എക്സ്പെൻസ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണമെന്നും പഠിച്ചു. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. 6 റൂള് പഠിച്ചു. ഇനി അടുത്തത് ഇൻകത്തിൻ്റെ, അതായത് ഇൻകം അല്ലെങ്കിൽ റവന്യൂൻ്റെ കേസാണ്. ഇൻകം റവന്യൂ അത് ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം റവന്യൂ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. 8 റൂൾ പഠിച്ചു. ഇൻകം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക. ഇൻകം റവന്യൂ ഡിക്രീസ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ലാസ്റ്റ് വൺ ക്യാപിറ്റലിൻ്റെ കേസ് എന്താ? ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. സെക്കൻഡ്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പഠിച്ചു. 10 റൂളാണ്. ഇതിങ്ങനെ പറഞ്ഞ് തന്നെ പഠിക്കണം. അപ്പോൾ നോക്കുക. ഫസ്റ്റ് കേസ് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താലോ ക്രെഡിറ്റ് ചെയ്യണം. 2 റൂളായില്ല. അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അടുത്തത് എക്സ്പെൻസ് കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റി ഡിക്രീസ് ചെയ്താലോ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. അടുത്തത് ഇൻകം അല്ലെങ്കിൽ റവന്യൂ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അടുത്തത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇതാണ് 10 റൂള്. അപ്പോൾ 10 റൂള് നമ്മളെന്ത് ചെയ്യുക? നല്ല ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, അക്കൗണ്ടിങ് റൂൾസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നും പാടെ ബ്രീഫായിട്ട് നമുക്ക് പഠിക്കാം. ഇങ്ങനെ നമുക്ക് ബ്രീഫായിട്ട് ഇങ്ങനെ, അതായത് അസറ്റും എക്സ്പെൻസും മെയിനായിട്ട് നമുക്ക് 5 ഹെഡിനെ 2 ഭാഗമാക്കി മാറ്റാം. അസറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം, LIC എന്ന് പറയുന്ന വേറൊരു ഭാഗം. അങ്ങനെ മെയിനായിട്ട് 5 ഹെഡിനെ 2ആക്കി ക്ലാസിഫൈ ചെയ്തു. അതിൽ അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ബാക്കി വരുന്ന LIC ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റും ചെയ്യണം. ഇതാണ് അക്കൗണ്ടിങ് റൂള്. ഇത് ഈ 10 റൂള് നമ്മൾ ബ്രീഫായിട്ട് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു. ഇനി അതെന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കണം. അപ്പോഴാണ് നമുക്കത് ബൈ ഹാർട്ട് നല്ല വരുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ തെറ്റാതെ നമ്മളെന്ത് ചെയ്യുക? അത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. എന്നിട്ടാണ് നമുക്ക് അടുത്ത് ജേർണലൈസിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് പോകേണ്ടതുണ്ട്. അതേപോലെ അത് കഴിഞ്ഞാൽ നമുക്ക് ലെഡ്ജർ പോസ്റ്റിംഗ്